BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുസ്ലിം ലീഗിൽ 3 ടൈം വ്യവസ്ഥയിൽ മുതിർന്ന നേതാക്കൾക്ക് ഇളവ്. മണ്ഡലം മാറി മത്സരിക്കുവാൻ PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിൽ 3 ടൈം വ്യവസ്ഥയിൽ മുതിർന്ന നേതാക്കൾക്ക് ഇളവ്. 3 ടൈം പൂർത്തിയാക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ, KPM മജീദ്, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന്, P ഉബൈദുള്ള എന്നിവരാണ് 3 ടൈമോ അതിൽ അധികമോ പൂർത്തിയാക്കിയവർ. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യവും ശക്തം. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഇളവ് ലഭിക്കും. മണ്ഡലം മാറി മത്സരിക്കുവാൻ ഒരുങ്ങി PK കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറി മത്സരിക്കുവാനാണ് സാധ്യത. മഹാരാഷ്ട്ര അംബർനാഥിൽ BJP കോൺഗ്രസ് സഖ്യം. അപ്രതീക്ഷിത സഖ്യം ശിവസേന ഷിൻഡെ വിഭാഗത്തോട് എതിരിടുവാൻ. മഹാരാഷ്ട്രയിലെ അംബർനാഥിൽ BJP കോൺഗ്രസ് സഖ്യം. അംബർനാഥ് മുനിസിപ്പൽ കൌൺസിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് ഇരു പാർട്ടികളും സഖ്യമായത്. ശിവസേന ഷിൻഡെ വിഭാഗം അധികാരം പിടിക്കുന്നത് തടയുവാനാണ് BJPയും കോൺഗ്രസും ഒന്നായത്. കടുത്ത വിരോധത്തിലാണെങ്കിലും മുംബൈക്കടുത്ത് അമർനാഥിൽ കോൺഗ്രസും BJPയും കൈകോർത്തു. അമർനാഥ് വികാസ് അഘാഡി എന്ന പേരിൽ കൈകോർത്ത സഖ്യത്തിൽ NCP അജിത് പവാർ വിഭാഗവുമുണ്ട്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ അവരെ തോൽപ്പിക്കുവാനാണ് BJP കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയത്. മലപ്പുറം ജില്ല വിഭജിക്കണം. വിഭജനം മതപരമായ കണ്ണിലൂടെ കാണരുത്. ഖലീൽ ബുഖാരി തങ്ങൾ. മലപ്പുറം ജില്ല വിഭജിക്കണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുവെന്ന് ഖലീൽ ബുഖാരി തങ്ങൾ. ജില്ലാ വിഭജനം റവന്യൂ സൌകര്യത്തിനാണ്. ജില്ലാ വിഭജനം മതപരമായ കണ്ണിലൂടെ കാണരുത്. വിഭവങ്ങൾ അർഹമായ രീതിയിൽ ലഭ്യമാക്കുവാൻ ജില്ലാ വിഭജനം വേണം. മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി ഇതിനെ കാണണം. മഞ്ചേരി മെഡിക്കൽ കോളേജിന് അടിസ്ഥാന സൌകര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന്റെ സ്കൂളില്ല എന്ന വാദത്തിലും ഖലീൽ ബുഖാരി തങ്ങൾ പ്രതികരിച്ചു. SNDPക്ക് മലപ്പുറം ജില്ലയിൽ സ്കൂളുകളില്ലെങ്കിൽ സ്കൂൾ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. മലപ്പുറത്ത് ഒരു എയ്ഡഡ് സ്കൂൾ പോലും ഇല്ലാത്തവരാണ് AP വിഭാഗം. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ധവളപത്രം ഇറക്കട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്നറിയാമല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. കർണാടകയിൽ BJP പ്രവർത്തകയോട് പോലീസിന്റെ ക്രൂരത. കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിനകത്ത് തുണിയുരിഞ്ഞ് മർദ്ദിച്ചു. കർണാടകയിൽ പോലീസിന്റെ ക്രൂരത. കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ വിവസ്ത്രയാക്കി മർദ്ദിച്ചുവെന്ന് പരാതി. പോലീസ് വാഹനത്തിനകത്ത് വച്ചായിരുന്നു മർദ്ദനം. ഹുബള്ളിയിലാണ് ക്രൂരമർദ്ദനമുണ്ടായത്. ഹുബള്ളി കേശവപുരയിലാണ് സംഭവം. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കോൺഗ്രസ് BJP തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസ് കൌൺസിലർ നൽകിയ പരാതിയിലാണ് BJP പ്രവർത്തകയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ബസ്സിൽ കയറ്റിയ ശേഷം തുണിയുരിഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കുളത്തിൽ ചാടി. ബംഗ്ലാദേശിൽ യുവാവിന് ദാരുണാന്ത്യം. ബംഗ്ലാദേശിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കുളത്തിൽ ചാടിയ യുവാവ് മരിച്ചു. ഹൈന്ദവ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മിഥുൻ സർക്കാരാണ് മരിച്ചത്. ബംഗ്ലാദേശിലെ നവോഗാവിലാണ് സംഭവം. മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം മിഥുൻ സർക്കാരിനെ പിന്തുടരുകയായിരുന്നു. ആക്രമണം ഭയന്ന് സമീപമുള്ള കുളത്തിലേക്ക് ചാടുകയായിരുന്നു. അതേസമയം ബംഗ്ലാദേശ് ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ദുർബല സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിന് മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പരാജയപ്പെട്ടതായി ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ വിമർശിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംഭവം അധ്യായം 1. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. കാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന മിസ്റ്ററി ഫാന്റസി ത്രില്ലർ സിനിമയാണ് സംഭവം അധ്യായം 1. നവാഗതനായ ജിത്തു സതീശൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നല്ല സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്നു. അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, സെന്തിൽ കൃഷ്ണ, അസീം ജമാൽ എന്നിവർ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഏറെ ശ്രദ്ധ നേടിയ സംഭവം എന്ന ഷോർട്ട് ഫിലിമിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ ചിത്രം. വയനാട് പുനരധിവാസം. ആകെ 400 വീടുകൾ മതി. അതിൽ 300 വീടുകൾ നിർമ്മിക്കുന്നത് കോൺഗ്രസ്. എല്ലാം ക്ലിയറാണ് VD സതീശൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് ഉടൻ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് പ്രഖ്യാപിച്ച പലതും നടപ്പാക്കി. കർണാടക സർക്കാരിന്റെ പണം കൈമാറി. ലീഗിന്റെ വീടിന്റെ പ്രവർത്തനം പൂർത്തിയാക്കി. UDFുമായി ബന്ധപ്പെട്ട 300 വീടുകൾ ഉടൻ വരും.
യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടിന്റെ തുടർ നടപടിയും ഉടനുണ്ടാകും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച കർണാടക സർക്കാരിന്റെ 100 വീടുകളുടെ പണം കൈമാറി. ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ തന്നെ 200 വീടുകളായി. ഇനി ഞങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ 100. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്തും. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് നിർമ്മാണം തുടങ്ങും. അപ്പോൾ ആകെ 300 വീടുകളാകും. ആകെ 400 വീടുകൾ മതി. അതിൽ 300 വീടുകൾ നിർമ്മിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി, സതീശൻ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.